തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജലപ്രതിസന്ധി തുടരുന്നു. വഞ്ചിയൂർ 82-ാം വാർഡിൽ 7 ദിവസമായി ജലവിതരണം മുടങ്ങിയിട്ട്. ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിൽ ജലപ്രതിസന്ധി ഉണ്ടെന്ന് നേരത്തെ പരാതിയുമുണ്ടായിരുന്നു. അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഞ്ജന, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നടപടിയിലേക്കും ഇതുവരെയും കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആര്യ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ജില്ലയിൽ ജലപ്രതിസന്ധി വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ ജലവിതരണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു തീരുമാനമോ നടപടിയോ ഒന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ളവർ 300ഓളം കുടുംബങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികൾ, പ്രായമായവർ, ഇവരെല്ലാം തന്നെ ദുരിതത്തിലാണ്. നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ ഇവർ പറയുന്നത് വീട് പോലും വിറ്റുപോകാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരുള്ളത് എന്നാണ്. എന്നാൽ വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ ആരും തന്നെ തയ്യാറാകാത്തത് കൊണ്ട് അതിനുള്ള സാധ്യത പോലും ഇല്ല എന്ന് അവർ വിഷമത്തോടെ നമ്മളോട് പറയുകയുണ്ടായി. ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിലും ഉള്ളത്. കാരണം കഴിഞ്ഞ 10 മാസമായി തന്നെ അവിടെ ജലവിതരണം വളരെ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ്. അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഋഷിമംഗലത്ത് 10 മാസമായി ജലവിതരണം മുടങ്ങിയതിനെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയെയും കൗൺസിലറെയും എല്ലാം തന്നെ അറിയിച്ചിരുന്നു. എന്നാലും അവരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പലരും ദുരിതത്തിലാണ്. അവർക്ക് വീട്ടാവശ്യങ്ങൾക്കും മറ്റുമായി ജലം കിട്ടാത്തൊരു സാഹചര്യമാണ്. നഗരസഭയിലെ ഓൺലൈൻ ആപ്പ് വഴിയാണ് ഇവർ ഇപ്പോൾ വെള്ളം വാങ്ങി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ എത്ര നാൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവരെല്ലാവരും തന്നെ സംശയിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, ഒരുപാട് കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പ്രായമായവരുണ്ട്. അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾക്കായി ഇവർക്ക് ഈ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ട് മാത്രം കഴിഞ്ഞു പോകാൻ ഏതായാലും കുടിവെള്ള പ്രതിസന്ധി പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകുന്നത്.